നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മേളിൽ നിന്ന് കോരി 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 മാറ്റിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അടിമട്ടം എന്ന് പറയുന്ന ഒരു സാധനം വരുമല്ലോ. എന്തുവാ കോരി കളയുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചോ. ഞാൻ പറയാനൊന്നും പോകുന്നില്ല. എന്നെ ഈ ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വാക്കോ പ്രയോഗമോ ആവശ്യമില്ലാതെ നടത്തിയാൽ അവർ പിന്നീട് എന്നെ കാണുമ്പോൾ ആദ്യം പറയുന്നതും വിളിക്കുമ്പം പറയുന്നത് അത് വേണ്ട കേട്ടോ, അത് ശരിയാവത്തില്ല, അല്ലാതെ പറയാമല്ലോ, അങ്ങനെ പറഞ്ഞുകൂടാ, നിങ്ങളെപ്പോലുള്ള ഒരാൾക്കത് ചേർന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, നമ്മുടെ എറണാകുളത്ത് നടക്കുന്ന എസൻസ് ഗ്ലോബലിൽ ഒരാൾ തോക്കും കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി. തോക്കുധാരി അവിടെ എത്തി. തസ്ലീമ നസ്രീനെ പോലെയുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ തോക്കുമായി എത്തി ആരാണെന്നൊക്കെയുള്ള ഭയങ്കരമായ ആകാംക്ഷ ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുന്നതിനിടയിൽ ഇടയ്ക്കൂടെ പറയുന്നത് കേട്ട് ലൈസൻസ് ഉള്ള ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സംഗതി ആളുടെ പേര് പുറത്തു വന്നു. അജീഷ്, വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയായ ആളാണ്. ലൈസൻസ് ഉള്ള തോക്കുമായിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, കേസ് വല്ലതും ഉണ്ടാവുമോ, ഇതിന് പ്രശ്നം വല്ലതും ഉണ്ടാവുമോ? എന്തോ ഉണ്ടാവാനാ? മാർട്ടിൻ കുറേ ആളുകളെ വെടിവെച്ച് വന്നിട്ട് പോലും പിന്നെന്തോ സംഭവിച്ചത്? അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഇയാളെ നമ്മുടെ ആരിഫ് വല്ലതും വിളിച്ച് വരുത്തിയതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരിഫ് അത്ര എസൻസാണ്. പുള്ളിയുടെ ഒരു കമൻറ്റ്, ശ്രീജ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഫേസ്ബുക്കിലിട്ട കമൻറ്റ്, ആ കമൻറ്റിന് കൊടുത്ത മറുപടിയും നിങ്ങൾക്ക് കാണാം. ഒന്ന് കാണിച്ചിത്തിരി നേരം ഒന്ന് നിർത്തിയേ. വായിച്ചോ. ഞാൻ വായിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിച്ചാൽ എല്ലാവരും കൂടെ എന്നെ ചീത്ത പറയും, അങ്ങനെ വായിക്കുന്നത് ശരിയല്ലെന്ന് പറയും. അതാണ്. ഇതിന് പിന്നെ പല ന്യായീകരണങ്ങളും ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആളാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ. അപ്പോൾ ആരിഫ് ഹുസൈന് പറ്റിയ ആളാണ് ഇത്. ഇനി ഇത് മാത്രമല്ല, അവിടെ ഇരിക്കുന്നവരെ എല്ലാവരെയും അവിടെ ഇരുത്തിയിട്ട് ഒന്ന് നല്ലപോലെ പരിശോധിച്ച് അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് അവരുടെ വീടുകളിലെ സ്ഥിതിയൊക്കെ തിരക്കിയാൽ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവരിൽ നിന്ന് കണ്ടു കിട്ടും. ഇവരാണ് എസൻസ്. ഇവരെല്ലാം ചേർന്നതാണ് എസൻസ്. ഇന്ന് ഉച്ചയ്ക്ക് ഭയങ്കര വേളമായിരുന്നു. 12 മണി മുതൽ ഡോഗ് സ്ക്വാഡ് എത്തി, മറ്റോരെത്തി, എല്ലാവരെയും പുറത്തിറക്കി നിർത്തി പരിശോധിക്കുന്നു. ആളുകൾ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നു. ആളുകൾ കൂടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഭയങ്കര വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ബഹളം. എന്നിട്ട് ഈ തൂക്കം കൊണ്ടുവന്ന ആളിനെ ബൗൺസർമാരാണ് കണ്ടുപിടിച്ചത്. പോലീസ് സംഘം കുതിച്ചെത്തി, ഏതോ ഇന്നസെൻറ്റിൻ്റെ സിനിമയിലെ പോലെ വല വീശി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഈ പറയുന്ന ആരിഫ് രവിചന്ദ്രനുമായിട്ട് ആലോചിച്ച് ഏതെങ്കിലും തരത്തിൽ ഇച്ചിരി ഒരു വെള്ളമടിക്കുന്ന ഒരു മുഹമ്മദ് കുഞ്ഞിനെയെങ്കിലും ഇതും കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് കാണുമെന്ന്. പക്ഷേ അങ്ങനെ വേണ്ടി വന്നില്ല. പുള്ളി കാണാൻ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ആ വേദിയിൽ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടാകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് ആഗ്രഹിക്കുന്നത് പോലെ വിദ്വേഷം പറയാതിരിക്കുകയോ കള്ളം പറയാതിരിക്കുകയോ മാലിന്യം വാരി എറിയാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ ഒരാളിനോട് പ്രതികാരം ചെയ്തതുപോലെ ഈ തൂക്കം കൊണ്ടുവരുന്നോ വല്ലതും ചെയ്തു കളയുമോ എന്ന് അറിയാനൊക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു ഭയത്തോടെയും ഒരു പേടിയോടെയും വേണം അവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഏതായാലും പ്രതി ഇതാണെന്ന് അറിഞ്ഞതോടുകൂടി ആ ആളുകളുടെ എല്ലാം വയറ്റിൽ നിന്ന് നമ്മളിലെ സാമ്പാറോ പരിപ്പോ ഒക്കെ കൂട്ടുമ്പോൾ വല്ലാതെ പെരുകിയിരുന്നിട്ടൊരു കീഴ്ശ്വാസം പോകുന്ന പോലത്തെ ഒരു ആശ്വാസം എല്ലാവർക്കുമായി. അതുകൊണ്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങണം. ഇനി ഇതുകൊണ്ടങ്ങ് അവസാനിക്കും. ഇവനെങ്ങനെ ഇവിടെ വന്നു എന്നും ഇതിൻ്റെ ബന്ധം എന്തുവാണെന്നും ഒക്കെ അന്വേഷിക്കുന്ന വലിയ പോസ്റ്റുകളും വലിയ ചർച്ചകളും വലിയ ഇടപെടലുകളും ഒക്കെ നടക്കണമെങ്കിൽ ഈ പേരിതാകാൻ പാടില്ലായിരുന്നു. പക്ഷേ പേരിതായ സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് വലുതായിട്ടൊന്നും സംഭവിക്കില്ല. പൊരിച്ചു വെച്ചേക്കുന്ന പപ്പടം മറിഞ്ഞ് വെള്ളത്തിൽ വീഴുന്നത് പോലെ നനഞ്ഞങ്ങ് പോവും, അവലൂസ് പൊടി പോലെ.